ധനം ബിസിനസ് കഫേയിലേക്ക് സ്വാഗതം. സ്വർണത്തിന്റെ സാധ്യതകൾ കണ്ടറിഞ്ഞ് വെറും 4 വർഷം കൊണ്ട് കരുത്തുറ്റ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത വിഷണറിയായ ഒരു സംരംഭകനാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. റിച്ച് മാക്സ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും CMD-യുമായ ജോർജ് ജോൺ വാലത്ത്. 2020 പ്രവർത്തനം ആരംഭിച്ച ഗ്രൂപ്പിന്റെ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയായ റിച്ച് മാക്സ് ഫിൻവെസ്റ്റിന് 4 സംസ്ഥാനങ്ങളിലായി 106 ശാഖകളാണുള്ളത്. ജുവലറി റീറ്റെയിൽ രംഗത്ത് 4 വർഷത്തിനകം 2 ഷോറൂമുകളും തുറന്നു. 600ഓളം ജീവനക്കാരും ഗ്രൂപ്പിന് കീഴിലുണ്ട്. ഇത് റിച്ച് മാക്സ് ഗ്രൂപ്പിന്റെ തുടക്കം മാത്രം. 2030ഓടെ 1000 NBFC ശാഖകളും 100 ജുവലറി ഷോറൂമുകളുമാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. 2040ഓടെ ബാങ്കായി മാറാനും ഇവർ പദ്ധതിയിടുന്നു. പരിധികളില്ലാതെ വളരണമെന്ന തീവ്രമായ അഭിലാഷത്തിന്റെയും മികവുറ്റ തന്ത്രങ്ങളുടെയും ഉദാത്ത മാതൃകയാണ് ജോർജ് ജോൺ വാലത്തിന്റെ സംരംഭക യാത്ര. ഈ അതിവേഗ വളർച്ചയുടെ അറിയാക്കഥകൾ നമുക്ക് ചോദിക്കാം. നമസ്കാരം ശ്രീ ജോർജ് ജോൺ വാലത്ത്. നമസ്കാരം. സ്വർണ്ണമാണ് റിച്ച് മാക്സ് ഗ്രൂപ്പിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വർണ്ണ വായ്പയായാലും ജ്വല്ലറി ആയാലും എല്ലാം സ്വർണ്ണത്തിലാണ്. എങ്ങനെയാണ് ഈ സ്വർണ്ണം ഒരു ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ വരാനൊരു കാരണം? എന്താണ് സ്വർണ്ണത്തിലേക്ക് ആകർഷിക്കാനുള്ളൊരു ഘടകം? സ്വർണം ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. സ്വർണം ഇന്ന് വരെ ഒരു ഡൗൺഫോൾ വന്നതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. ഒരു 10 വർഷം എടുത്താൽ തന്നെ അറിയാം. സ്വർണത്തിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 2011 11,000 ആയിരുന്നു ഒരു പവന്. ഇന്നത് 57,000 രൂപയായി ഒരു പവന്. അപ്പോൾ അത് മാത്രമല്ല, ഏതൊരു ബിസിനസ്സും സ്വർണത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നഷ്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, എത്രയും പെട്ടെന്ന് നമുക്കത് ആവശ്യം വന്നാൽ ഉപകരിക്കുന്ന ഒരു മെറ്റലാണ് സ്വർണം. ആദ്യം തുടങ്ങിയത് ജ്വല്ലറിയാണ് അല്ലേ? ഗോൾഡായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകളുമാണ് റിച്ച് മാക്സ് ഗ്രൂപ്പ് നടത്തി വരുന്നത്. 2020 റിച്ച് മാക്സ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. 2021 ജ്വല്ലറി വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. വളരെ ചെറിയ രീതിയിൽ ജ്വല്ലറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് കുറച്ചും കൂടി ഞങ്ങൾ വിലയിരുത്തി എങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജ്വല്ലറി ഷോപ്പ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ, ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് എൻഡിലെ വർക്കുകൾ എല്ലാം നോക്കി. മാനുഫാക്ചർ വേണം, എല്ലാ സംസ്ഥാനങ്ങളിലും ജ്വല്ലറി ഷോപ്പ് വേണം, ഇതൊക്കെ സ്റ്റഡി ചെയ്തു. കുറച്ചുകൂടി എനിക്ക് ഇതിനെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2024 ആയപ്പോഴേക്കും രണ്ടാമത്തെ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു. ഇത് മാത്രമല്ല, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 100 ജ്വല്ലറിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള, രാജ്യത്ത് ഉടനീളം എല്ലായിടത്തും. ഇതിന് കൂടെ അപ്പം മാനുഫാക്ചർ യൂണിറ്റുകൾ തുടങ്ങണം. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. 2030 ഒരു NBFCയുടെ ഒരു 1000 ബ്രാഞ്ചിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. എത്രത്തോളം എത്തിക്കാൻ പറ്റുന്നു അത്ര എത്തിക്കുക. അതുപോലത്തെ 2040 എന്നുള്ള ലക്ഷ്യം. ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ലോൺ ബിസിനസ്സോടുകൂടിയാണ്. അപ്പോൾ ഗോൾഡ് ലോൺ ബിസിനസ് അല്ലെങ്കിൽ ഗോൾഡ് ലോൺ ജ്വല്ലറി ബിസിനസ്, ഇതാണ് റിച്ച് മാക്സ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനം. ഇപ്പോൾ ഗ്രൂപ്പിന്റെ NBFC ഉണ്ടല്ലോ, അതിനാണെങ്കിൽ NBFC ഭാഗമായ റിച്ച് മാക്സ് ഫിൻവെസ്റ്റ് അല്ലേ? അതെ. അത് 4 സംസ്ഥാനങ്ങളിലായി ഇപ്പൊ 106 ശാഖകളായി. ഇപ്പൊ RBIയുടെ ലൈസൻസ് ലഭിച്ചിട്ട് 2 വർഷം. തീർച്ചയായും വളരെ അതിവേഗത്തിലാണ് അതിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു വളർച്ചയിലേക്ക് എത്തിയത്? ഇപ്പൊ അതിന്റെ ഒരു ആസ്തി മൂല്യം എത്രയാണ്? ഇപ്പോൾ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 400 കോടിയാണ്. 400 കോടിയിൽ 2 വർഷത്തിനുള്ളിൽ എത്തിക്കുക നിസ്സാര കാര്യമല്ല. ഇതെല്ലാം ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് റിച്ച് മാക്സ് ഗ്രൂപ്പ് ഞാൻ വിചാരിച്ചാൽ മാത്രം മുന്നോട്ട് പോകത്തില്ല. ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയാണ്, ഞങ്ങളുടെ കൂടെയുള്ള ടീം വർക്കാണ്. കൂടെ നിൽക്കുന്ന എല്ലാ എംപ്ലോയീസ് എല്ലാവരും ചേർന്നിട്ടുള്ളതാണ് റിച്ച് മാക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് ഒരു പ്രസ്ഥാനവും മുന്നോട്ട് പോകത്തില്ല. ഇത്രയും പെട്ടെന്നുള്ള ലക്ഷ്യം, ഇത്രയും വലിയ ലക്ഷ്യമുള്ളപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ശ്രമങ്ങളാണ്, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടെ നിൽക്കുന്ന ആളുകളുടെ റിവാർഡ് റെക്കഗ്നേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിച്ച് മാക്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? റിച്ച് മാക്സ് സംബന്ധിച്ച് ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുമിച്ചാണ് വളരുന്നത് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും തന്നെ അറിയാം. ഹെഡ് ഓഫീസിൽ വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് എന്തൊരു കാര്യവും കൂടി ആലോചിച്ച് ഡിസിഷൻ എടുത്താണ് മുന്നോട്ട് പോകുന്നത്. സ്വന്തമായിട്ട് എല്ലാം ചെയ്യുക എന്നുള്ളൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതെല്ലാം ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഡിവൈഡ് ചെയ്ത് പോകണം. അത് മോണിറ്റർ ചെയ്യാമെന്ന് മാത്രമായിരിക്കണം ഒരു സംരംഭകൻ നോക്കേണ്ടത്. എല്ലാവരുടെയും കൃത്യമായിട്ട് അവരുടെ എല്ലാ മാസവും അവർ മുന്നോട്ട് നിർത്തി നമ്മൾ ഇൻഡിവിജ്വൽ മീറ്റിംഗ്സ് നടത്തുക.
ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് നടത്തുക, എല്ലാ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവരെ ഒരു വിശ്വാസം അർപ്പിക്കുക, അവര് ചെയ്യും എന്ന് അവർക്ക് സ്വന്തമായിട്ട് ഒരു വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ അവര് ഒരു തെറ്റും കൂടാതെ നല്ലപോലെ മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ കൂടെ നിൽക്കുന്ന ഏറ്റവും സീനിയറായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ 15 വർഷവും 10 വർഷവും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ തൊട്ട് ഒന്നില്ലെങ്കിൽ ഒരുമിച്ച് നിന്നവർ, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തവർ, ഒത്തിരി വർഷമായിട്ട് അറിയുന്ന ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് എല്ലാവരും. ഞാനാണെങ്കിലും ഈ ഒരു ബന്ധപ്പെട്ട് ഈ ഒരു ബിസിനസ് വരുന്നതിന് മുമ്പ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ എന്നെ ഒരുമിച്ച് കൂടെ വന്നത് തന്നെ എൻ്റെ വിശ്വാസം, അതാണ് എന്നോടുള്ള അർപ്പിച്ചൊരു വിശ്വാസമാണ് ഈ ഒരു ബിസിനസ് വളരാൻ തന്നെ കാരണം. അവരാണ് ഇപ്പോൾ അതിൽ ഒരാളെ ടൂർസ് ആൻഡ് ട്രാവൽസിലെ ഡയറക്ടറാക്കി മാറ്റി. അതൊക്കെ എല്ലാവർക്കും വളരെയധികം സന്തോഷമാക്കുന്ന കാര്യം തന്നെയാണ്. ഇനിയും എന്നെ സംബന്ധിച്ച് വിഷനാണ് വലുത്. ആരൊക്കെ ഏതൊക്കെ പോസ്റ്റിലോട്ട് വന്നാലും, ഡയറക്ടർ പോസ്റ്റിലായിക്കോട്ടെ വേറെ ഏത് പോസ്റ്റിലോട്ട് മുന്നോട്ട് വന്നാലും അതൊക്കെ എൻ്റെ ഒരു സന്തോഷം തന്നെയാണ്. ഇതെല്ലാം ചേർന്നതാണ് വളർച്ചയ്ക്ക് കാരണം. സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഇട്ടിട്ടാണ് പോകുന്നത്. 2040 കേരളത്തിൽ നിന്നൊരു ബാങ്ക് എന്നത് ഒരു ലക്ഷ്യമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഒരു ബാങ്ക് തുടങ്ങാൻ തീരുമാനിച്ചത്? ഇതിപ്പോൾ ആ ലക്ഷ്യം എങ്ങനെ എത്താം എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? 2040 ലക്ഷ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 2030 ഇപ്പോൾ NBFC വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 35 ആകുന്ന മുമ്പ് തന്നെ 1000 ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞു. അതൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആലുവയിൽ വന്ന് ജനിച്ചു വളർന്ന ആളാണ്. ആലുവയിൽ ഫെഡറൽ ബാങ്ക് എന്നൊരു ബാങ്കുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു ബാങ്ക് റിച്ച് മാക്സിൻ്റെ ആവണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. അത് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. 2040 ഒരു ബാങ്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഒരു കൂടെ നിൽക്കുന്ന ടീമിൻ്റെ ഒരു ബലം തീർച്ചയായിട്ടും ഉണ്ട്, നമുക്ക് ലക്ഷ്യമുണ്ട്. അതുമാത്രമല്ല ബാങ്കുകൾ എന്നും നാടിന് നന്മ ചെയ്തിട്ടുള്ളത് നോക്കിയാൽ തന്നെ മാക്സിമം സ്റ്റേക്ക് 26% സ്റ്റേക്ക് ഓൾറെഡി ലയിച്ച് പോവും. അതിനുശേഷം ഒരു ലാഭം എന്ന നിലയിലല്ല ബാങ്കുകൾ വളർത്തിയെടുക്കേണ്ടത്. ലാഭം കൊയ്യുക എന്നുള്ളതല്ല ബാങ്കുകളുടെ ലക്ഷ്യം. ഇപ്പോൾ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ NBFC വേഴ്സസ് ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന NBFCs ആയിരിക്കും ഇന്നത്തെ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ NBFC കൂടെ അതിൽ NBFC വളർത്തുക എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ബാങ്ക് ആക്കുക എന്നുള്ളത് പറഞ്ഞു. ഇതൊരു ഓരോ NBFC ഇന്നത്തെ ലീഡിങ് NBFCകൾ 4500 5000 കോടിയൊക്കെ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ബാങ്കുകൾ അത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊരു കോൺട്രവേഴ്സറി സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നിരുന്നാലും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ലക്ഷ്യമാണ് വലുത്. ബാങ്ക് എന്ന ലക്ഷ്യം മനസ്സിൽ ചെറുപ്പം തൊട്ട് തന്നെ ഉള്ളതാണ്. കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ചെറു പട്ടണങ്ങളിൽ പോലും ധാരാളം NBFCകളുണ്ട്. അപ്പോൾ വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു സ്കോപ്പ് എന്താണ്? എനിക്ക് തോന്നുന്നു 1000-ൽ പരം സ്വർണ്ണ ഇടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ വിട്ട് പുറത്തോട്ട് പോയാൽ കോമ്പറ്റീഷൻ കുറച്ച് കുറവാണ്. എന്നിരുന്നാലും കേരളത്തിൽ സ്വർണം സ്ഥാപനങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും കേരളത്തിൽ വേണം. എന്നിരുന്നാലും കുറച്ചുകൂടി ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിന് പുറത്താണ്. 3-3.5 കോടി ജനങ്ങളാണ് ഇവിടെ കേരളത്തിലുള്ളൂ. പുറത്തോട്ട് അതിൽ കൂടുതലുണ്ട്, അതിലുള്ള സാഹചര്യമുണ്ട്. ഗോൾഡ് ലോൺ കൂടുതൽ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഒറീസ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ബിസിനസ്സുകൾ കിട്ടുന്നത് കേരളത്തിന് പുറമെയാണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. NBFC സംബന്ധിച്ച് കൂടുതൽ ബിസിനസ്, ഗോൾഡ് ലോൺ ബിസിനസ് ആയിട്ടാണ് ഒരു റിച്ച് മാക്സ് ഗ്രൂപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബിസിനസ് കേരളത്തിന് പുറത്ത് എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത്? തെലങ്കാന ഒരു 300 ബ്രാഞ്ചുകളോളം തെലങ്കാന, അതുപോലെ തന്നെ സെയിം 300 ബ്രാഞ്ച് ഒറീസ, തമിഴ്നാട്, ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. സൗത്ത് ഇന്ത്യ കവർ ചെയ്യുന്ന ശേഷമാണ് പിന്നെ നോർത്ത് ഇന്ത്യയിലോട്ട് പോകുന്നത്. NBFCയുടെ ശാഖകൾ മാത്രമാണോ അതോ ബാലത്തിന്റെ ജ്വല്ലറിയും വരുന്നുണ്ടോ? ജ്വല്ലറി ഇപ്പോൾ തമിഴ്നാട് 2 ജ്വല്ലറികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോയമ്പത്തൂരും പിന്നെ തിരുവനന്തപുരം അടുത്തായിട്ട് തമിഴ്നാട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100 ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ 2030 100 ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനങ്ങളിലോട്ടാണ് ഇനി ജ്വല്ലറികളും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേറൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്.
വലിയ ജ്വല്ലറികൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ്, അതായത് വി വാലത്ത് എന്നാണ് അത് പറയുന്നത്. വി വാലത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കൺസെപ്റ്റാണ്. അവിടെയുള്ള പ്രദേശങ്ങളിൽ, തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ അവിടുത്തെ സ്റ്റഡി ചെയ്ത് മാർക്കറ്റ് ചെയ്യാനും കുറച്ചും കൂടിയും ജനങ്ങളിൽ എത്തിപ്പെടാനും ഉള്ളൊരു ചെറിയൊരു ഔട്ട്ലെറ്റാണ് വി വാലത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ തുടങ്ങിയതിന് ശേഷമാണ് അധികവും ഞങ്ങളുടെ വലിയ ജ്വല്ലറികൾ തുടങ്ങുന്നത്. അതാണ് കൺസെപ്റ്റ്. വി വാലത്തില് നമ്മൾ സാധാരണ ഷോറൂമിലെ പോലെ എല്ലാം ഇതുണ്ടോ, അതോ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാകത്തില്ല? കാര്യമായിട്ടുള്ള ഡിസ്പ്ലേ അവിടെ ഉണ്ടാവത്തില്ല. അവിടെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മാത്രം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടും കൂടി ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു മാർക്കറ്റ് സ്റ്റഡിയാണ് നടത്തുന്നത്. മാർക്കറ്റ് സ്റ്റഡി കൂടിയാണ്. ചെറിയ തോതിലാണ് അത് ബ്രാഞ്ചുകൾ, വളരെ ചെറിയൊരു 200 സ്ക്വയർ ഫീറ്റോട് കൂടി ചെറിയൊരു 2-3 ആളുകൾ വെച്ചിട്ടാണ് മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നത്. ഇപ്പൊ വാലറ്റിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടേതായ ഡിസൈൻസ് അങ്ങനെയൊക്കെ ഉണ്ടോ? മാനുഫാക്ചറിങ് യൂണിറ്റുകൾ? മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇടുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. ഇപ്പോഴും വളരെ ലളിതമായിട്ടുള്ളൊരു വളരെ കുറഞ്ഞൊരു മേക്കിംഗ് ചാർജാണ് മേടിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു ജ്വല്ലറി തുടങ്ങിയ ആ സമയത്ത് തൊട്ട് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. എല്ലാ സാധാരണക്കാർക്ക് തൊട്ട് എല്ലാവരും മേടിക്കാൻ പറ്റുന്ന ഒരു ആഭരണം നമ്മൾ വിൽക്കണം. എല്ലാവരും ജ്വല്ലറിയിൽ കയറണം, എല്ലാവരുടെ അടുത്ത് എത്തിച്ചേരണം, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 0% എന്ന നിലയിൽ അല്ലാതെ തന്നെ നമ്മളെ സംബന്ധിച്ച് ന്യായമായിട്ടുള്ളൊരു കൂലി മേടിച്ചാലേ പറ്റുള്ളൂ. ഏതൊരു ജ്വല്ലറി ആയാലും തുടങ്ങുമ്പോൾ അവർക്ക് തുടങ്ങണം, അവർക്ക് കൂലി കൊടുക്കണം, അവർക്ക് നമ്മുടെ എംപ്ലോയീസ് എല്ലാവർക്കും സാലറി കൊടുക്കണം, മറ്റുള്ള അതർ വർക്ക്സ് എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു റോങ് സെല്ലിംഗ് ഇല്ലാത്ത രീതിയിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 0% കൊടുക്കുക എന്നുള്ളത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്, ചിലവർ മാത്രമെങ്കിലും. അപ്പം അത് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മുടെ ലാഭം എന്ന് പറയുന്നത് പണിക്കൂലിയല്ലേ? ലാഭം എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്മാനെ സംബന്ധിച്ച് ലാഭം എന്ന് പറയുമ്പോൾ പണിക്കൂലിയാണ്. അപ്പൊ ആ പണിക്കൂലി ഇല്ലാതെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പണിക്കൂലി മേടിച്ചേ പറ്റും. അത് ന്യായമായിട്ടുള്ള ഒരു പണിക്കൂലി മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. റിച്ച് മാക്സ് ഗ്രൂപ്പ് IPOക്ക് ഉദ്ദേശിക്കുന്നുണ്ടോ? ഏത് വർഷത്തോടു കൂടി ആയിരിക്കും അതൊരു പദ്ധതി? റിച്ച് മാക്സ് ഗ്രൂപ്പ് മാത്രമല്ല, ഞങ്ങൾ 2 IPOകളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് വാലറ്റ് ജ്വല്ലേഴ്സിന്റെ IPOയും ഒന്ന് റിച്ച് മാക്സിന്റെ IPOയും. ഇത് രണ്ടും ഒരു വാലറ്റ് ജ്വല്ലേഴ്സ് ഒരു 2 വർഷം തികയുമ്പോഴേക്കും ഒരു IPOയിലോട്ട് പോവുക എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യമുണ്ട്. ഇതെല്ലാം മനസ്സിൽ ആദ്യം തൊട്ട് തുടങ്ങിയ ആ സമയം തൊട്ടുള്ള ഒരു ലക്ഷ്യങ്ങളാണ്. റിച്ച് മാക്സ് ഗ്രൂപ്പും 2028-2030 എന്ന നിലയിലാണ് IPOയിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് എത്ര ജീവനക്കാരുണ്ട് എല്ലായിടത്തും കൂടി? നമുക്ക് 600ഓളം എംപ്ലോയീസ് ഉണ്ട്. ഓവറോൾ 600ഓളം ബിസിനസ് ഉണ്ട്. റിച്ച് മാക്സ് ഗ്രൂപ്പിന്റെ ഒരു പ്രധാന ബിസിനസ് എന്ന് പറഞ്ഞാൽ NBFCയും സ്വർണ്ണ ജ്വല്ലറികളുമാണ്. അപ്പോൾ എങ്ങനെയാണ് ടൂറിസം രംഗത്തേക്ക് അടുത്തതായിട്ട് കടന്നായിരുന്നല്ലോ, അതെങ്ങനെയാണ് അങ്ങനെ ഒരു വൈവിധ്യവൽക്കരണത്തിലേക്ക് മാറിയത്? ഗ്രൂപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ് ടൂറിസം. അത് ടൂർസ് ആൻഡ് ട്രാവൽസ് തുടങ്ങിയത് 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇത്രത്തോളം 600ഓളം എംപ്ലോയീസ് ഉള്ളപ്പോൾ അതിൽ ടൂറിസം ഒരു ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ടുള്ള ടിക്കറ്റ്സ് എടുക്കാനോ ഒക്കെ അല്ലെങ്കിൽ പാക്കേജസ് എടുക്കാനൊക്കെ വളരെ ഈസിയാണ്. ഒരു ലീഡ് മതി നമ്മളെ സംബന്ധിച്ച് ആ ഒരു ബിസിനസ് ഒന്ന് പ്രോഫിറ്റ് ആക്കി എടുക്കാൻ. അതുകൊണ്ട് തന്നെ വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ NBFCകളും മിക്ക NBFCകൾ സ്ഥാപനങ്ങളൊക്കെ ടൂറിസിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ സമയം കഴിഞ്ഞ് ഇപ്പോൾ ഒരു എല്ലാവരും തന്നെ പുറത്തോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ടൂർസ് ആൻഡ് ട്രാവൽസ് നല്ലൊരു മേഖലയായിട്ട് ഞാൻ കരുതിയിട്ടാണ്. നല്ലൊരു ബ്രാഞ്ചേ ഉള്ളൂ, തൃശ്ശൂരാണുള്ളത്. തീർച്ചയായും കൂർക്കഞ്ചേരിയിൽ അത് തുടങ്ങിയിട്ടുണ്ട്. 1 വർഷമായിട്ടുള്ള തുടങ്ങിയത്. വളരെയധികം നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല പാക്കേജുകളും പുറത്തുള്ള ഫോറിൻ പാക്കേജുകളും ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ഉള്ള എല്ലാ പാക്കേജുകളും നന്നായിട്ട് പോകുന്നുണ്ട്. താങ്കൾ MBA ആണ് കഴിഞ്ഞെന്ന് പറഞ്ഞു. MBA കഴിഞ്ഞിട്ട് പിന്നീട് NBFCകളിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചു വളർന്നതെല്ലാം കേരളത്തിൽ പഠിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ ചില കാരണവശാൽ മധുര അവിടെയാണ് വർക്ക് ചെയ്തത്. അവിടെ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഗസ്റ്റ് ഓഫീസറായിട്ടായിരുന്നു അവിടെ ഉള്ളത്. ഞാൻ എല്ലാവരും ഞങ്ങളുടെ
ചെറുപ്പം കാലം ഒരുപാട് വർഷം അവിടെ UP-യിലും ഡൽഹിയിലും ആയിട്ട് മാറി. ഗ്രാജുവേഷൻ അലഹബാദ് ഡീം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ അവിടെ അവിടെ തന്നെ വെച്ച് MBA എടുത്തു. ചെറുപ്പകാലത്തിൽ തന്നെ ഞാൻ ഒരു സ്വന്തമായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. സ്വന്തമായിട്ടെന്ന് പറയുമ്പോൾ ആരുടെടുത്തും പൈസ മേടിക്കാൻ താല്പര്യമില്ലായിരുന്നു. 9ാം ക്ലാസ് തൊട്ട് തന്നെ ആരുടെടുത്തും പൈസ മേടിച്ചിട്ടില്ല. അച്ഛനും അമ്മയോടൊന്നും പ്രത്യേകിച്ച് ആരുടെടുത്തും തന്നെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഈഗോണെന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഒരു സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. അന്ന് തൊട്ട് തന്നെ പഠനകാര്യങ്ങളിലൊക്കെ സ്വന്തമായിട്ടായിരുന്നു. സ്വന്തം ആയിട്ട് പഠിക്കുക, സ്വന്തമായിട്ട് അധ്വാനിക്കുക. അതിപ്പോ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം എടുത്തത്. അന്ന് സ്വന്തമായിട്ട് ചെറിയ ചെറിയ പണികളിൽ, കടകളിലൊക്കെ നിൽക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ രാവിലെ തന്നെ പോയി പത്രം ഇടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ എനിക്കൊരു ഹോബി ആയിട്ടാണ്. മറ്റുള്ളവർ കാണുമ്പോൾ എന്തുകൊണ്ട് പത്രം ഇടുന്നു, എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും അതൊക്കെ എനിക്കൊരു ഇഷ്ടമായിരുന്നു. ആ കിട്ടുന്ന കാശിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന്റെ വേർപ്പിന്റെ കാശ് അത് നമ്മൾ ചെലവാക്കില്ല, ഒന്നിനും ചെലവാക്കില്ല. ചെറിയ ചെറിയ ചെരുപ്പ് മേടിച്ചാൽ തന്നെ മേടിച്ചാൽ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ മേടിക്കുന്നുള്ളൂ. അപ്പൊ വീട്ടിൽ നിന്ന് കിട്ടാത്ത കാശ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, അതായിരുന്നു എൻ്റെ ഒരു ഇത്. മറ്റൊരു കാര്യം വെച്ചാൽ ഒരു ബിസിനസ്സുകാരനാവണം എന്ന് തന്നെയായിരുന്നു അന്നും എൻ്റെ ഒരു ആഗ്രഹം. എന്ന് വെച്ചാൽ ഞാൻ മീൻ വളർത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ആദ്യത്തെ കസ്റ്റമർ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയായിരുന്നു. എൻ്റെ അന്ന് എനിക്ക് വിലയൊന്നും അറിയില്ല ഇതിൻ്റെ. അപ്പോൾ ഒരു 2 മീനെ തരാമോ, നല്ല ഗപ്പി എന്ന് പറഞ്ഞിട്ട് 2 മീനുണ്ടായിരുന്നു. അപ്പോൾ 2 മീനെ തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. അവർ അന്നത്തെ 10 രൂപ എനിക്ക് തന്നു. അന്നത്തെ 10 രൂപ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വെറും 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഈ ഇത് വളർത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് അന്നാണ് എനിക്ക് 10 രൂപ എനിക്ക് തന്നത് ആ ചേച്ചി. അപ്പോൾ അത് ഞാൻ മേടിച്ച് പോക്കറ്റിലിടുകയും ചെയ്തു. എനിക്കിതിന്റെ വാല്യൂ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അന്നേ തൊട്ട് തന്നെ ബിസിനസ് എന്നുള്ളൊരു മൈൻഡ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ചെറിയ പ്രാവുകൾ വളർത്തുക, ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയായിരുന്നു. ആളുകളൊക്കെ പറയും ഇങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചു നടക്കുക എന്നൊക്കെ ചോദിക്കുമെങ്കിലും സ്വന്തം കാശുണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 9 തൊട്ട് ഞാൻ ആരുടെടുത്തും തന്നെ കാശ് മേടിച്ചിട്ടില്ല. ഒറ്റ ആളുകളുടെ അടുത്തും കാശ് മേടിച്ചില്ല. പഠിത്തം, വിവാഹം, സ്വന്തമായിട്ട് പണിയെടുക്കുക, അങ്ങനെ. പിന്നെ എൻ്റെ ഒരു വലിയൊരു ഹോബി ഉണ്ടായിരുന്നു സ്വർണം മേടിക്കുക എന്നുള്ളത്. ഈ കിട്ടുന്ന കാശും കൊണ്ട് ഞാൻ സ്വർണം മേടിക്കും. ഏറ്റവും ആദ്യം ഞാൻ മേടിച്ചത് എൻ്റെ പെങ്ങൾക്ക് ഒരു ചെറിയൊരു മോതിരമായിരുന്നു. അന്ന് സ്വർണത്തിന്റെ ഒരു മോതിരം മേടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാശേ ഉണ്ടായിരുന്നു. എനിക്ക് 300 രൂപ 600 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു മോതിരം മേടിച്ച അന്നത്തെ മൂല്യം എത്ര ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ സ്വർണം മേടിക്കുമായിരുന്നു. എല്ലാവരും പറയും ഈ സ്വർണത്തിനോട് എന്താ നിനക്കത്, സാധാരണ പെൺകുട്ടികൾക്കാണ് സ്വർണം മേടിക്കാന്ന് പറയുന്നത്. അറിയില്ല, അതൊരു ഹോബി ആയിരുന്നു എൻ്റെ. ആ താല്പര്യമാണ് അവസാനം സ്വർണത്തിൽ തന്നെ കൊണ്ടെത്തിച്ചത് അല്ലേ? ആ ഒരു താല്പര്യമാണ് ഞാൻ കേരളത്തിൽ തിരിച്ചു വരാനും പിന്നെ ഈ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് ചെയ്യാനും ഇതിൽ തന്നെ മുന്നോട്ട് പോകാനും പ്രേരിപ്പിച്ചു. താങ്കളെ രൂപപ്പെടുത്താൻ കഴിഞ്ഞ അല്ലെങ്കിൽ സ്വാധീനിച്ച ഒരു വ്യക്തിഗതമായ ഒരു കാരണമുണ്ടോ എന്തെങ്കിലും? എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഞാൻ ചെറുപ്പം തൊട്ട് കുറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. ചെറിയതും വലുതുമായിട്ട് ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ UP-യിലാണ് പഠിച്ചത്. UP-യിലും ഡൽഹിയിലുമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ലഹരിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ലഹരി അടിമപ്പെട്ടിരുന്ന കുട്ടികളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പല മോശമായ ഇതിലോട്ട് അവർ ചെന്ന് ചാടിയ ഒരു വലിയൊരു അനുഭവം എനിക്കുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓർക്കുമായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നോ ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ചെറിയ കുട്ടികൾക്കാണ് ഒരു ബോധവൽക്കരണം നടത്തേണ്ടത്. എന്തൊക്കെയാണ് ഇതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അനുഭവങ്ങൾ, അതെല്ലാം അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതെല്ലാം ഇന്നത്തെ സാഹചര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് കമ്പനി എന്ന് സ്റ്റാർട്ട് ചെയ്തു 2020 തൊട്ട് തന്നെ ഫൗണ്ടേഷൻ ത്രൂ ഒത്തിരി ചാരിറ്റി ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് സ്പർശ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു വലിയൊരു ക്യാമ്പയിൻ. സ്പർശ് ക്യാമ്പയിൻ എല്ലാ സ്കൂളുകളിലും പോയി നല്ലൊരു ക്യാമ്പയിൻ നടത്തി ഈ ഒരു ലഹരിക്കെതിരെയായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തുക.
ഏകദേശം 37 സ്കൂളുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഇതുപോലെയുള്ള ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്, സെമിനാറുകൾ നടത്തുന്നുണ്ട്. ഇതിനെല്ലാം എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വിഷമം, വലിയൊരു വിഷമം, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നത്. താങ്കൾ ഒരു NBFC ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരും, ജ്വല്ലറിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനുകൾ ഇട്ടിട്ടൊക്കെ ഉള്ള ഒരാളാണ്. ഒരു സ്കെയിലബിൾ ആയ സ്ഥിരതയുള്ളൊരു ബിസിനസ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്താണ്? എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ഈ 2 കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവും. ഏത് കാര്യം ചെയ്താലും അതിന് നമുക്ക് എന്തിന് എത്തിക്സ് ഉണ്ടാവണം, അതൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം. ചെയ്യുന്ന കാര്യം കൃത്യമാണെന്നും നല്ലതാണെന്നും സ്വന്തം ബോധ്യം ഉണ്ടാവണം. സമൂഹത്തിന് നല്ലതാവും എന്നുള്ളൊരു തോന്നലുണ്ടാവണം. ഇത് ആർക്കും ഹാം ചെയ്യുന്നില്ല എന്നൊരു തോന്നലുണ്ടാവണം. തീർച്ചയായിട്ടും ഒരു സംരംഭം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ, അതായത് നല്ല രീതിയിൽ നമ്മുടെ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബന്ധങ്ങൾ വളർത്തിയെടുക്കുക മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വളർത്തുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വളരും. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ എല്ലാവരും, എത്രത്തോളം ആളുകളുണ്ടോ അവരെ എല്ലാം വളർത്തുക എന്നൊരു തോന്നൽ കൂടി അവർക്കുണ്ടായാൽ, നമ്മുടെ കൂടെ നിന്നാൽ അവര് വളരും എന്ന് തോന്നലുണ്ടായാൽ തീർച്ചയായിട്ടും ഏതൊരു സംരംഭവും വലുതാവും. അപ്പോൾ താങ്കളുടെ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടക്കട്ടെ. 2040 ബാങ്ക് നമുക്ക് സ്വപ്നം കാണാം. അപ്പോൾ വളരെ നന്ദി. നന്ദി, നമസ്കാരം.